വിഷുക്കണി വളരെ മനോഹരമായി ഒരുക്കാനും കാണാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. ഇനി വിഷുക്കണി ഒരുക്കിയതിന് ശേഷവും കണി കാണാനും ചില രീതികളുമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ മനോഹരമായി തന്നെ നമ്മുടെ വിഷുക്കണി ഒരുക്കുക. വിഷുക്കണി ഒരുക്കിയതിന് ശേഷം വിഷുക്കണി കാണേണ്ട കൃത്യമായ സമയം എന്താണെന്ന് ആദ്യം തന്നെ പറയാം. എഴുന്നേറ്റ ഉടൻ തന്നെ കണി കാണണം എന്നല്ലാതെ അതിന് കൃത്യമായ സമയം പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് നമ്മൾ കണി കാണേണ്ടത്. അതായത് ബ്രഹ്മാവിൻ്റെ സമയം 48 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. ബ്രഹ്മമുഹൂർത്തം ഇത്തവണ അതായത് ഏപ്രിൽ 2025 14-ാം തീയതി വിഷു ദിവസം ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നു. പുലർച്ചെ 4:43-നും 5:28-നുമാണ് ഇടയിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കണി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്ന് ആദ്യം തന്നെ പറയാം. പരമ്പരാഗതവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള വിഷുക്കണി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരുക്കാൻ പറ്റും കേട്ടോ. കണി ഒരുക്കാനുള്ള സ്ഥലം ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കുക. വീടും പരിസരവും തലേ ദിവസം തന്നെ വൃത്തിയാക്കുക കേട്ടോ. പിന്നെ വെറും നിലത്ത് കണി ഒരുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പായയോ മുണ്ടോ കഴുകി വൃത്തിയാക്കി ഏതെങ്കിലും തുണിയിലോ വിരിച്ച് വെക്കാവുന്നതാണ്. ആദ്യം വിഷുക്കണി വെക്കാനായിട്ട് ഒരു പായ വിരിച്ച് അതിന് മുകളിലായിട്ട് അലക്കി ഉണക്കി തേച്ച ഒരു കസവും കൊണ്ട് വിരിക്കാം. കണി ഒരുക്കുമ്പോൾ ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്നാണ്. ആദ്യം ഒരു പീഠം വെച്ച് അതിന് മുകളിൽ ഒരു മഞ്ഞപ്പെട്ട് വിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് കൊടുക്കാവുന്നതാണ്. മഞ്ഞ പട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വർണ്ണപ്പട്ടോ അല്ലെങ്കിൽ വെള്ള കസവും ഉണ്ടായാലും മതി. കൃഷ്ണ വിഗ്രഹത്തിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാകുന്നതാണ് ഉത്തമം. അതായത് ഭഗവാന്റെ ദർശനം പടിഞ്ഞാറോട്ടും നമ്മൾ കണി കാണാൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്കോട്ടും ആവുന്നതാണ് ഏറ്റവും ഉത്തമം. ഏറ്റവും നല്ലത് നിലത്ത് കണി വയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് കൂടുതൽ ഐശ്വര്യവും പരമ്പരാഗതവുമാണ്. അതുപോലെ തന്നെ വിഗ്രഹം വെച്ചതിന് ശേഷം കണ്ണനെ അണിയിച്ച് ഒരുക്കേണ്ടതാണ്. ഭഗവാനെ മഞ്ഞപ്പെട്ട് ഉടുപ്പിക്കാം, മയിൽപ്പീലി വയ്ക്കാം, സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം കണ്ണനെ അണിയിച്ച് ഒരുക്കാവുന്നതാണ്. കണ്ണന് നമുക്ക് മാല ചാർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് തുളസിമാല കൊടുക്കാം, അതുപോലെ ചെത്തിപ്പൂവും തുളസിമാലയും കൂടി ചേർത്തുള്ള ഒരു മാല ചാർത്താം. പിന്നെ അതുപോലെ മുല്ലപ്പൂവോ ജമന്തിമാലയോ ഏത് മാല വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം കണ്ണിന് ചാർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഭഗവാന് കണി വെക്കാനോ ഉരുളിയോ പാത്രമോ വെക്കാവുന്നതാണ്. ഉരുളിയിലാണ് നമ്മൾ കണ്ണിനെ കണി ഒരുക്കാനായിട്ട് വെക്കുന്നത്. ഇനി ഉരുളിയിലേക്ക് കണി വെക്കാനുള്ള ഓരോ വസ്തുക്കളും വെച്ച് കൊടുക്കാം. ശരിക്കും ഉരുളി പ്രപഞ്ചത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് കേട്ടോ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണി വെക്കുന്ന എല്ലാം ഉരുളിയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഇനി ഉരുളിയിലേക്ക് ഉണക്കലരിയും നെല്ലും ഇടകലർന്ന് ഉരുളിയുടെ പകുതിയോളം നിറച്ച് വെക്കാം കേട്ടോ. ഇനി ഭഗവാന് മുന്നിലായി ഉരുളിയിൽ നല്ലൊരു സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിയും വെച്ച് കൊടുക്കാം. കണിവെള്ളരിയിൽ ഒരു ചെറിയ പാടുകളോ ചെറിയ തുളകളോ ഒന്നും കേടൊന്നും ഇല്ലാത്ത നല്ല സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി വെച്ച് കൊടുക്കാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതും അതിപ്പോൾ കേടൊന്നും ഇല്ലാത്ത നല്ലൊരു കണിവെള്ളരി തന്നെ വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇനി നാളികേരം പൊട്ടിച്ച് നമുക്ക് ഉരുളിയിലേക്ക് വെക്കാം. കണി വെക്കുമ്പോൾ നാളികേരം മാത്രമാണ് പകുതിയായി വെക്കുന്നത്. ബാക്കി എല്ലാ ഫലങ്ങളും പച്ചക്കറികളും മുറിക്കാതെ മുഴുവനായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി വെക്കേണ്ടത് ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ്. ചക്ക ഗണപതി ഭഗവാനെയും മാങ്ങ മുരുകസ്വാമിയെയും കദളിപ്പഴം ശ്രീകൃഷ്ണസ്വാമിയെയും നിവേദ്യമായിട്ടാണ് വെക്കുന്നത്. ഇനി കണിക്കൊന്ന പൂവാണ് ഉരുളിയിലേക്ക് വെക്കേണ്ടത്. പിന്നെ വാൽക്കണ്ണാടിയാണ്. വാൽക്കണ്ണാടി വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വാൽക്കണ്ണാടിക്ക് ഭഗവതിയുടെ സ്ഥാനമാണ് കേട്ടോ. കണി വെക്കുന്ന സമയത്ത് നമ്മെ കൂടി ചേർത്ത് കണി കാണുന്ന വഴി നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരൻ വസിക്കുന്നു എന്ന ഉദ്ദേശമാണ് വാൽക്കണ്ണാടി. പിന്നെ അടുത്തത് വെക്കുന്നത് തിരുവുടയാടയാണ്. വാൽക്കണ്ണാടിയുടെ പിന്നിലായിട്ടാണ് കേട്ടോ ഉടയാട വെക്കുന്നത്. ഭഗവതിക്ക് വസ്ത്രം അണിയുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സ്ഥലത്തിലും പല രീതിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വെച്ച് കൊടുക്കാം. പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഗ്രന്ഥം വെച്ച് കൊടുക്കാം കേട്ടോ. ഗ്രന്ഥങ്ങളിൽ തന്നെ ഭാഗവതമോ രാമായണമോ ദേവീ മാഹാത്മ്യമോ ഏതെങ്കിലും ഒന്ന് വേണം വെക്കാനായിട്ട്. പിന്നെ നമ്മൾ അലക്കി തേച്ച വസ്ത്രം വെച്ച് കൊടുക്കാം. ചിലർ കോടിമുണ്ട് വെച്ച് കൊടുക്കാറുണ്ട്. കോടിമുണ്ടല്ല ശരിക്കും വെക്കേണ്ടത്. അത് ഓരോ സ്ഥലത്തെ ഓരോ ഇതാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തെല്ലാം കോടിമുണ്ടല്ല വെക്കുന്നത്. അലക്കി തേച്ച വസ്ത്രം നല്ല രീതിയിൽ അലക്കി തേച്ച പുത്തനായിട്ട് തോന്നുന്ന വസ്ത്രമാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. കണിക്ക് മുന്നിലായിട്ടൊരു തടുക്കയോ പായയോ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരായി പായയിലിരിക്കാം, തടുക്കയിൽ ഇരുന്ന് വേണം വിഷുക്കണി കാണേണ്ടത്. അങ്ങനെ എല്ലാവരും ഇരുന്ന ശേഷം
വീട്ടിലെ മുതിർന്ന സ്ത്രീ വന്ന് കണ്ണിൻ്റെ അവിടെ ജസ്റ്റ് കിണ്ടിയിൽ വെള്ളം തൊട്ട് കൊടുത്തിട്ട് കണി കാണാനായിട്ട് പറയണം. ഓരോ കുഞ്ഞുങ്ങളോടാണെങ്കിലും നമ്മൾ വലിയവരോടാണെങ്കിലും നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, കണ്ണനെ കാണുക, അതുപോലെ തന്നെ വെറ്റില നോക്കുക, നാണയം നോക്കുക. അങ്ങനെ കൊച്ചു കുട്ടികളെല്ലാം പറഞ്ഞ് കണി കാണുന്ന സമയത്ത് എല്ലാം കണി കാണണം. ഭഗവാൻ ആദ്യം കണി കാണുക, ഗ്രന്ഥം കാണുക, കണിവെള്ളരി കാണുക, അങ്ങനെ എല്ലാത്തിലോട്ടും നോക്കി പ്രാർത്ഥിച്ച് ഇരിക്കാവുന്നതാണ്. ഒരു തളികയുടെ മുകളിലായിട്ട് അലക്കി തേച്ച വസ്ത്രം വെച്ച് കൊടുത്ത് അതിന് മുകളിലായി വെറ്റിലയും അടക്കയും വെച്ച് കൊടുക്കാം. വെറ്റിലയുടെ മുകളിൽ നോട്ടും നാണയവും വെച്ച് കൊടുക്കാം. പിന്നെ സ്വർണവും വെള്ളിയും പിന്നെ അതുപോലെ തന്നെ കൺമഷിയും കുങ്കുമച്ചെപ്പൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. വിഷു ഒരു കാർഷിക ഉത്സവം ആയതുകൊണ്ട് തന്നെ നമുക്ക് പലതരം പച്ചക്കറി വിത്തുകളും നമ്മൾ ഈ കണിയിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഒരു പീഠം വെച്ച് ഒരു നിലവിളക്ക് വെച്ച് കൊടുക്കാം. ഇനി നിലവിളക്കിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വിഷുവിന് കണി കാണാൻ നിലവിളക്ക് വെക്കുമ്പോൾ നിറഞ്ഞ നിലവിളക്കാണ് വെക്കേണ്ടത്. 5 തിരിയിട്ട വിളക്ക് കത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉരുളിയിൽ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ ഉള്ളിലേക്ക് തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കേണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ അതിനകത്തോട്ട് നാളികേരത്തിൻ്റെ ഉള്ളിൽ നാണയത്തുട്ടുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. പല സ്ഥലത്തും പല രീതിയിലാണ്. നമ്മുടെ ഇവിടെ തിരി കത്തിക്കുകയാണ് പതിവ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. പിന്നെ കിണ്ടിയിൽ മുഴുവനായി ജലം നിറച്ച് വെക്കുക. അതിലേക്ക് കുറച്ച് വെള്ള പുഷ്പങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളപുഷ്പം ന്റെ പ്രതീകമായിട്ടാണ് സങ്കല്പിക്കുന്നത്. കണി കാണുന്ന സമയത്ത് കിണ്ടിയിലെ ജലം കണ്ണിൽ തൊട്ടതിന് ശേഷമാണ് കണ്ണ് തുറന്ന് കണി കാണേണ്ടത്. അപ്പോൾ നിലവിളക്കിന് ചുറ്റും നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചന്ദനത്തിരിയും കത്തിച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് കണി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം വിഷുക്കണി കൂടുതൽ മനോഹരമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണിന് ഇഷ്ടപ്പെട്ട വെണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ കുന്നിക്കുരുവും ഉണ്ണിയപ്പവും ഒക്കെ വെച്ച് കൊടുക്കാം. എപ്പോഴും വിഷുക്കണി ഇരുന്ന് വേണം നമ്മൾ കണി കാണാനായിട്ട്. അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുമ്പോൾ നമുക്ക് ഏത് സാധനങ്ങളും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് വിഷുക്കണി ഒരുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൊന്നപ്പൂവും അത്യാവശ്യം കുറച്ച് കണിവെള്ളരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള വിഷുക്കണി തന്നെ നമുക്ക് ഒരുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ഓരോ നാട്ടുകാർക്കും ഓരോ രീതിയിലാണ് കണി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കണിയൊക്കെ ഒരുക്കിയതിന് ശേഷം കുറേ പേര് പറയാറുണ്ട്, ഈ കണി വെക്കുന്നത് കുളിച്ചതിന് ശേഷമാണോ അത് കുളിക്കുന്നതിന് മുന്നേ ആണോ നമ്മൾ കണി ഒരുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കണിയൊക്കെ എപ്പോഴും ഒരുക്കേണ്ടത് തലേ ദിവസമാണ്. അതായത് വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയാണ് നമ്മൾ കണി ഒരുക്കേണ്ടത്. കണി ഒരുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കുളിച്ചിട്ട് വേണം കണി ഒരുക്കാനായിട്ട്. പക്ഷേ എങ്കിൽ കണി കാണുന്ന സമയത്ത് നമ്മൾ കുളിക്കാതെ നമുക്ക് കണി കാണാം. അതായത് നമ്മൾ കണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുന്നേറ്റ ഉടനെ ആദ്യം കാണുന്ന ഒന്നിനെയാണ് കണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷു ദിവസം എഴുന്നേറ്റ ഉടനെ തന്നെ വിഷുക്കണി കാണാവുന്നതാണ്. കുളിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കണി കാണുന്നതിന് ശേഷം ഉറങ്ങാൻ പാടില്ല. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ തലേ ദിവസം കണി ഒരുക്കുന്നതിന് മുന്നേ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് അന്നത്തെ ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കുളിച്ചിട്ട് വേണം നമ്മൾ ഒരുക്കാനായിട്ട്. നമ്മൾ എപ്പോഴും ഒരുക്കുന്നത് രാത്രിയാണല്ലോ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം തീർത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മൾ കണി ഒരുക്കിയതിന് ശേഷം നമ്മൾ പോയിട്ട് പിന്നെ നമ്മൾ എച്ചിൽ പാത്രങ്ങൾ തൊടാനോ ഒന്നും പാടില്ല. നമ്മൾ ശുദ്ധമായിട്ട് തന്നെ നേരെ ചെന്ന് കിടക്കുക. നമ്മൾ രാവിലെ കണ്ണ് തുറന്നിട്ട് തന്നെ പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് തിരി കൊളുത്താവുന്നതാണ്. അതിനുശേഷം കുളിക്കുക. എന്നിട്ട് ഭഗവാനൊന്ന് പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാതെ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാത്റൂമെല്ലാം കാണുമല്ലേ. അപ്പോൾ നേരിട്ട് ഭഗവാനെ ഒന്ന് കാണാം. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയായിട്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിഷുവിന് കണി കാണിക്കുന്ന വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് ആദ്യം നേരിട്ട് വന്ന് വിഷുക്കണി കണ്ടതിന് ശേഷം വീട്ടിലെ ഓരോ അംഗങ്ങളെയും കാണിക്കാവുന്നതാണ് പതിവ്. വിഷുവിന് പണ്ട് കാലത്തൊക്കെ കണി കാണുന്നതിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ ചിട്ടകളുണ്ടായിരുന്നു. അതായത് വീട്ടിലെ മുതിർന്ന സ്ത്രീ വന്ന് വിഷുക്കണി കണ്ടതിന് ശേഷം തൊട്ടടുത്ത മുതിർന്ന ആളെ കൊണ്ടുവന്ന് കണി കാണിക്കും. അങ്ങനെ പ്രായത്തിൽ മുതിർന്നവർ കണ്ട് കുട്ടികളിലേക്ക് പോവുകയാണ്. എല്ലാവരും കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന വ്യക്തിയാണ് കൈനീട്ടം കൈമാറേണ്ടത്. വെറ്റിലയുടെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ കൈനീട്ടം കൈമാറേണ്ടത്. ഇത് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന രീതിയാണ്. പക്ഷേ ഇപ്പോഴും അത് ആവർത്തിച്ച് വരുന്നവരുണ്ട്. ശരിക്കും പരമ്പരാഗത രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ കൈനീട്ടം കൈമാറുന്നത്. ഈ വെറ്റിലയിൽ 5 ഐറ്റം നിർബന്ധമായിട്ട് ഉണ്ടാവണം. അടയ്ക്ക, നാണയങ്ങൾ, കൊന്നപ്പൂവ്, അരി, സ്വർണം. ഇനി ഓരോരുത്തർക്കായിട്ട് കൈനീട്ടം കൊടുക്കാവുന്നതാണ്. കൈനീട്ടം കിട്ടുന്ന ആൾ അത് തുറന്നു നോക്കി അതിൽ 5 വസ്തുക്കളും കണ്ണും മനസ്സും നിറഞ്ഞ് അതിനുശേഷം കൈനീട്ടം അവിടെ തന്നെ തിരിച്ച് വെക്കേണ്ടതാണ്.
ഇതെല്ലാം പണ്ട് കാലത്ത് എല്ലാവരും ആചരിച്ചു വന്നിരുന്ന ഒരു ആചാര രീതികളാണ്. അതിൻ്റെയൊക്കെ ഒരു രീതി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇതിന് ശേഷം എല്ലാവരും വിഷു കൈനീട്ടം കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഒറ്റ രൂപ നാണയം കൂടി കൊടുക്കേണ്ടതാണ്. പണ്ട് കാലങ്ങളിലെല്ലാം നമുക്ക് ഒരു നാണയം തുട്ടുകളല്ലേ കൈനീട്ടം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം നോട്ടുകളായിട്ടൊക്കെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നോട്ടുകൾ കൊടുക്കുന്ന സമയത്ത് ഒരു രൂപ നാണയം കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീ വീടിൻ്റെ മുൻവശത്ത് ഇറങ്ങി പക്ഷിമൃഗാദികളെയും വളർത്തുമൃഗങ്ങളെയും കണി കാണിച്ചതിന് ശേഷം കണി യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കുക. കണി കാണേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. കണി എന്നാണ് എടുത്തു മാറ്റേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. വിഷു കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് നമ്മൾ കണി മാറ്റേണ്ടത്. വിഷുവിൻ്റെ ദിവസം തന്നെ നമുക്ക് അതിനകത്തിരിക്കുന്ന ഫലമൂലാദികൾ, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ഇനി വെക്കേണ്ടത് കണിവെള്ളരി, ഭഗവാന്റെ വിഗ്രഹവും കണിക്കൊന്ന പൂക്കളൊക്കെ നമുക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് 3-ാമത്തെ ദിവസം എടുത്ത് മാറ്റിയാൽ മതി. കണി മാറ്റേണ്ട 3-ാമത്തെ ദിവസം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ ആ ദിവസം നമ്മൾ കണി മാറ്റാൻ പാടില്ല. അതിനുശേഷം വരുന്ന ദിവസം നമുക്ക് കണി മാറ്റേണ്ടതാണ്. ഓരോ സ്ഥലത്തും പല രീതിയിലാണ് കണി ഒരുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ വിഷു പരമ്പരാഗത വളരെ ഐശ്വര്യമായിട്ട് തന്നെ ഒരുക്കുക. ഒരു മനോഹരമായിട്ടുള്ള വിഷുക്കണി കണ്ണും മനസ്സും നിറഞ്ഞ് കണി കാണുക. എല്ലാവർക്കും സന്തോഷവും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു.